മെൽബൺ കേരള കഫേയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ഇനിയിപ്പം നമുക്ക് വീടുകളിലൊക്കെ ക്രിസ്മസ് ട്രീ ഒരുക്കാനും ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കാനും ഒക്കെയുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പം പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുക, ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ക്രിസ്മസ് ട്രീ നമുക്ക് കഴിക്കാൻ പറ്റിയാലോ? നല്ലതല്ലേ? അപ്പോൾ പലതരം ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കടകളിൽ നിന്ന് കിട്ടിയ ഫ്രൂട്ട്സുകളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് ഈ ട്രീ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ട്രീ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഒരു പൈനാപ്പിൾ ഉണ്ട്, ഒരു പെയറുണ്ട്, കുറച്ച് സ്ട്രോബെറി, ബ്ലാക്ക് ഗ്രേപ്സ്, കിവി, പിന്നെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് എനിക്കൊരു കണക്ക് പറയാനില്ല, കാരണം നമ്മൾ ഉണ്ടാക്കി വരുമ്പം അതെങ്ങനെയാണോ എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ഒരു കോൺ ഷേപ്പിലാക്കണം. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ നടുഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുന്നത് പൈനാപ്പിളും പെയറുമാണ്. ഇനി നമുക്ക് പെയറും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ രണ്ട് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൂത്ത് പിക്സിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി പൈനാപ്പിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു 3 ടൂത്ത് പിക്സ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ടൂത്ത് പിക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ പെയർ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റും മുഴുവൻ നമുക്ക് ടൂത്ത് പിക്സ് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ടൂത്ത് പിക്സ് മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും കലാവാസനയ്ക്കനുസരിച്ച് ഇതിലേക്ക് ഓരോ ഫ്രൂട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഏറ്റവും അടിയിൽ സ്ട്രോബെറിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് പല ഫ്രൂട്ട്സ് വെച്ച് കൊടുത്ത് നമുക്കിനി ഇത് ട്രീ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ട്രീയുടെ ഏറ്റവും മുകളിലായിട്ട് 2-3 ഗ്ലേസ്ഡ് ചെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ട്രീ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഞാൻ ബീട്രൂട്ടും കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ അതിൻ്റെ മുകളിൽ കുത്തി വെച്ച് കൊടുത്തായിരുന്നു. പക്ഷേ അവസാനം ഞാനത് മാറ്റി, കാരണം കുറച്ച് കഴിഞ്ഞപ്പം ബീട്രൂട്ടിൻ്റെ സ്റ്റാർ അങ്ങ് വല്ലാതെ അങ്ങ് വാടിപ്പോയ പോലെ തോന്നി. അപ്പോൾ എനിക്ക് വേറൊരു സ്റ്റാർ എടുത്ത് വെക്കേണ്ടി വന്നു. അങ്ങനെ പലതരം പഴങ്ങൾ കൊണ്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഡിന്നറിനോ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ നമ്മുടെ ടേബിളിൽ ഇതുപോലുള്ളൊരു കുഞ്ഞ് ട്രീ ഉണ്ടാക്കി ഒന്ന് വെച്ച് നോക്കിയേ. നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.